ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പാല് കാച്ചിയെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഇത് നമുക്ക് തിളച്ച് ഇരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം, പെട്ടെന്ന് കുറുകി വരുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. അത് വീട്ടിലുണ്ടാക്കിയതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കുറുകി വരുന്നവരെ. കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു സർവിങ് ബൗളിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിവിടെ പൈനാപ്പിളും മാംഗോയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാംഗോ നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മാംഗോ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നമ്മൾ ഷുഗർ സിറപ്പിലൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 to 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര എല്ലാം മെൽട്ടായിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. പൈനാപ്പിളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഹാഫ് പോർഷൻ നമ്മൾ മാംഗോ ഐസ്ക്രീമും ഹാഫ് പോർഷൻ പൈനാപ്പിളിനുമായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ബാക്കി പോർഷൻ നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഞാനിവിടെ 2 ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മാംഗോ, ഒന്ന് പൈനാപ്പിൾ അടിച്ച മിശ്രിതം. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് നട്ട്സ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബാദാമും കാഷ്നട്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിട്ട് കൊടുക്കാം.
നമുക്കിനി ഒന്ന് അടച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫൈവ് ഹവേഴ്സിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അടിപൊളി ടെക്സ്ചറാണ് ഐസ്ക്രീമിൻ്റെ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഐസ്ക്രീം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് യാതൊരു പ്രിസർവേറ്റീവും അടങ്ങിയതല്ല.